അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും ട്രൂ ഫെയ്ത്ത് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സിസ്റ്റർ സീനത്താണ്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, സീനത്ത്, നമ്മൾ ആദ്യമായിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ജനിച്ചു വളർന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി എന്ന കുറച്ച് ഉള്ളിലേക്കാണ്, മലയോര ഭാഗമായിട്ടുള്ള ഒരു വേനപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പെരിയല്ലി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. വീട്ടിൽ ആരൊക്കെ? വീട്ടിൽ സഹോദരങ്ങളുണ്ട്, 2 അനിയത്തിമാർ, ഒരു ജ്യേഷ്ഠത്തി, ആങ്ങള, പിന്നെ അച്ഛൻ. അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, എന്താ പഠിച്ചതൊക്കെ? പഠിച്ചത് നാട്ടിലെ സ്കൂളിൽ തന്നെ 10ാം ക്ലാസ് വരെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്, 10ാം ക്ലാസ് വരെ. പിന്നെ പ്രീ ഡിഗ്രി ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. ഫറൂഖ് കോളേജിൽ. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. വീട്ടിൽ ഫെയ്ത്ത് എങ്ങനെയായിരുന്നു? നമ്മുടെ വിശ്വാസപരമായിട്ട് വീട്ടിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് മുമ്പ്? വീട്ടിൽ ഒരു സാധാരണ കർഷക കുടുംബമാണ് വീട്ടുകാർ. അപ്പം വലിയൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഉള്ളൊരു ഇതുപോലെ തന്നെ പോണു. അമിതമായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ലൈക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു. അങ്ങനെ എന്തായിരുന്നു അവരുടെ വിശ്വാസം? അവരുടെ വിശ്വാസം എന്താന്ന് വെച്ചാൽ ദൈവമൊക്കെ ഉണ്ടെന്ന് അറിയാം, പക്ഷേ ഹിന്ദു വിശ്വാസപ്രകാരം ഒരുപാട് ദൈവങ്ങളുണ്ട്, ഒരുപാട് ദേവതകളുണ്ട്, ദേവീ ദേവന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് ഒറ്റ ഏകദൈവ വിശ്വാസം അല്ലല്ലോ ഉള്ളത്. അപ്പം അമ്പലത്തിലൊന്നും പോകാൻ നമ്മളെ തൊട്ടടുത്തൊന്നും അമ്പലമല്ല, ഒരുപാട് ദൂരത്താണ് ഉണ്ടായിരുന്നത് അമ്പലം. ഞാൻ അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു ചെറുപ്പത്തിൽ. വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകുമായിരുന്നു. ദൈവത്തിന് ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു അന്വേഷണം എനിക്കുണ്ട്, ഏതാണ് ദൈവം എന്നുള്ളത്. അമ്പലത്തിൽ പോയാൽ കാണുമെന്നൊക്കെ ഉള്ള നിലയ്ക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോകുമായിരുന്നു അമ്പലത്തിലേക്ക്. ഒരുപാട് ദൂരമാണ്, അത്ര ദൂരം ഒറ്റയ്ക്ക് നടന്നു പോകും, വീട്ടിൽ പോലും പറയാണ്ട് പോകും. പിന്നെ വീട്ടിൽ അമ്മ അങ്ങനെ അമ്പലത്തിലൊന്നും പോവില്ല. അച്ഛൻ പിന്നെ ചെറിയ കോമരൊക്കെ ആയിട്ട് കുറെ കാലങ്ങൾക്ക് ശേഷം അങ്ങനെയൊക്കെ. കുടുംബക്ഷേത്രത്തിലെ കോമര അങ്ങനെയാണോ? അങ്ങനെ അല്ലാതെയും ഒക്കെ ഞാൻ ചെറിയ കോമരൊക്കെ ആയിട്ട് ഇതുണ്ട്. എന്നാലും വിശ്വാസപരമായിട്ട് ഒന്നിലും ഒരു അടിസ്ഥാന വിശ്വാസം ഒന്നും ഉണ്ടായിട്ടല്ല. അതൊക്കെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുന്നതാണ്. പിന്നെ നന്നായിട്ട് കുടിക്കണ ഒരാളുമാണ്. അപ്പം ആ കുടിക്കണ സമയത്തുള്ള ഇതിൻ്റെ പുറത്തൊക്കെ ആയിരിക്കണം അങ്ങനെ ചെയ്യാം. പിന്നെ ഉള്ളത് ആങ്ങളെയാണ്. ആങ്ങളയ്ക്കും വലിയ വിശ്വാസമൊന്നും ഉള്ള ഒരാളൊന്നല്ല. അങ്ങനെ പോണൊരു. അവരൊക്കെ അമ്പലത്തിലൊക്കെ പോകും അങ്ങനെയൊക്കെ? ആങ്ങളൊന്നും അമ്പലത്തിൽ അങ്ങനെ പോവില്ല. ഓക്കെ, നിരീശ്വരവാദികളാണോ? അല്ലല്ല, എന്ന് വെച്ചാൽ അങ്ങനെ ഉറപ്പുള്ളൊരു വിശ്വാസം ഇല്ല. എന്നാൽ ഈശ്വരനില്ല എന്നുള്ള ഒരു ഉറപ്പും ഇല്ല. എന്നാൽ വിശ്വാസം കിട്ട് അതും ദൃഢമായതല്ല. ഇങ്ങനെ ഒരു എല്ലാരും പോണ പോലെ ഒരു ഒഴുക്കിനനുസരിച്ച് നീന്തണം. ഓക്കെ, നിങ്ങളെ എന്തായിരുന്നു, ലൈക്ക് നിങ്ങൾ എന്തായിരുന്നു വിചാരിച്ചായിരുന്നു? ദൈവം എന്താണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങളൊരു വിശ്വാസം എന്തായിരുന്നു ആ സമയത്ത്? കുഞ്ഞു കുട്ടിയാകുമ്പോ എന്റെ വിശ്വാസം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ പോലെയൊക്കെ ആയിരിക്കും. നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൂജാരിമാരെയൊക്കെ കാണുമ്പോൾ അതേപോലെയൊക്കെ ഒരാളൊക്കെ ആയിരിക്കണം. നമ്മൾക്ക് കണ്ണിന് കാണില്ല, ചില നേരത്തെ ഇങ്ങോട്ട് വരികയായിരിക്കും, പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് വരികയായിരിക്കും. അപ്പം ആളുകളെ ഭക്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കുക. അപ്പം നമ്മൾ നടക്കലൊക്കെ നിന്നിട്ട് ഒളിച്ചൊക്കെ നോക്കി നിൽക്കും. നട തുറക്കണ സമയത്ത് അങ്ങനെ ലൈറ്റൊക്കെ ആളുകൾ വരുന്നതിന്റെ മുമ്പേ ഒക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഒളിച്ചു പോകും വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക്. പക്ഷെ എവിടെയും കാണുമൊന്നുമില്ല. അപ്പൊ കാണാതാവുമ്പോ എന്താണ് ഇത് ഏതാണെന്നുള്ള ഒരു വെറുതെ ആളുകൾ പറയുന്നതാണോ. പിന്നെ കുറെ മിത്തുകളും ഇതൊക്കെ കേട്ടാ നമ്മൾ വളരുന്നത്. പിന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു കീഴിലാണ്, ഞാൻ പറഞ്ഞല്ലോ, സ്കൂളൊക്കെ ഉള്ള വരുന്നത്. അപ്പൊ അവിടെ പള്ളിയിൽ അവര് ക്രിസ്ത്യൻസിന്റെ കാര്യങ്ങളൊക്കെ, നമുക്ക് പള്ളിയിൽ കയറാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവിടെ കയറും, അൾത്താരയിൽ അവിടെയൊക്കെ കയറും. അവിടെ മാമോദീസ വെള്ളമുണ്ട്, അതൊക്കെ മുക്കി തലേക്കൂടിയും കുറച്ച് കുടിക്കും, തലേക്കൂടിയൊക്കെ ഒഴിക്കും. അപ്പൊ അവരായിട്ട് അവിടുത്തെ കന്യാസ്ത്രീകളൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്തുതരും. നമ്മള് സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോ ക്ലാസ്സുകളൊക്കെ പഠിച്ചത്. കോൺവെന്റ് സ്കൂൾ പോലെയാണ് പഠിച്ചത്. നമ്മളെ നാട്ടിലെ സ്കൂൾ അതാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പഠിക്കുമ്പോ അവര് ഞാനിങ്ങനെ ചോദിക്കും സിസ്റ്റർമാരോടൊക്കെ, ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതിങ്ങനെ ചോദിക്കുമ്പം അവര് ഈസാ നബിയാണ് ദൈവം എന്ന് പറയും. പിന്നെ കർത്താവിനെ വിളിക്കുമ്പോ അപ്പൊ ആരാ കർത്താവ്? ഈസാ നബി വേറെ ആണെങ്കിൽ കർത്താവ് ആരാണോ? അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്കൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല അന്നൊന്നും.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ അവരോട് ചോദിച്ചായിരുന്നോ എന്താണ് അപ്പൊ എന്താ വ്യത്യാസം, എന്താണ് കർത്താവാണ് ജീസസ് ക്രൈസ്റ്റ് ആരാന്ന്, അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ അങ്ങനെ എന്തെങ്കിലും അവരോട് ചോദിച്ചായിരുന്നു? അങ്ങനെ കുറേ വാദപ്രതിവാദങ്ങൾ അവരുമായിട്ട് ഞാൻ നടത്തിയിട്ടുണ്ട്, ചെറുപ്പത്തിലേ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു തൃപ്തി വന്നിട്ടില്ല, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. ആൻസേഴ്സിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റീനെ പറ്റിയും കുറച്ച് ചെറുതായിട്ട് അറിയണ്ടാവുമായിരിക്കും. അവരെ കോൺവെന്റ് സ്കൂളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു നോളജ് ഉണ്ട്. അപ്പൊ ഇസ്ലാമിലേക്ക് എങ്ങനെയാ വന്നത്? ഇസ്ലാമിനെ പറ്റി എന്തായിരുന്നു നിങ്ങളുടെ മുൻപത്തെ ധാരണ എന്തായിരുന്നു? എനിക്ക് ഇസ്ലാമിനെ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല, മുസ്ലിങ്ങളെയും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ മുസ്ലിങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അവരോടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ അറബിയൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ അവർ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇത് പഠിക്കണമെങ്കിൽ ഒതു വേണം, അപ്പം മുസ്ലിം ആയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് ചെറിയ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ ഞാൻ സംസ്കൃതം പഠിച്ചിരുന്നു, വേറെ ഒരു ഭാഷയായിട്ട്. ആ സമയത്തൊക്കെ അവർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പിന്നെ നമ്മളത് വിടുകയും ചെയ്തു. പിന്നെ വലുതായതിന് ശേഷമാണ് ഈ ഒരു ഭാഷ എന്നുള്ള രീതിയിൽ അവരൊക്കെ അറബി പഠിക്കുമ്പോൾ നമുക്ക് അറബി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. ഒരുപാട് വലുതായതിനു ശേഷമാണ് പിന്നെ അത് മറ്റേ സാൻസ്ക്രിറ്റ് പഠിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ, അതോ ചുമ്മാ ഒരു എക്സ്ട്രാ ലാംഗ്വേജ്? ലാംഗ്വേജ് പഠിക്കാൻ എനിക്ക് ഇഷ്ടമായി. ഏത് ലാംഗ്വേജ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാംഗ്വേജ് തമിഴാണ്, ഒരുപാട് ഇഷ്ടം. അപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ ഇഷ്ടമായി. ഏത് ലാംഗ്വേജ് ഞാൻ ഇങ്ങനെ പഠിച്ചു നോക്കും. അങ്ങനെ സംസ്കൃതം പഠിച്ചിരുന്നതാ. സംസ്കൃതം പഠിക്കുന്ന ഒരു സമയത്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റി. പക്ഷെ അറബി പഠിക്കാൻ അന്നേരവും പറ്റിയില്ല. പിന്നീട് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് അറബി പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളപ്പോൾ ആദ്യം ഇസ്ലാമിനെ പറ്റി എന്താണ് ധരിച്ചു വെച്ചായിരുന്നത്? എന്തായിരുന്നു ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ ആരെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് പല പല മിഥ്യാധാരണകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻസിനൊക്കെ ഉണ്ടായിരുന്ന ഒരു തോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് ഒക്കെ മൂണിനെയാണ് പ്രാർത്ഥിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഇസ്ലാമിനെ പറ്റി നിങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു ഉണ്ടായിരുന്നൊരു ധാരണ എന്തായിരുന്നു? ഇസ്ലാമിനെ പറ്റി എന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥന നിസ്കാരം എന്ന് പറഞ്ഞാൽ വെറുതെ കൈ കെട്ടി അങ്ങനെ നിസ്കരിക്കുകയാണ്, ഒരാളെ കണ്ടിട്ടല്ല, ഒരു ഫോട്ടോ പോലും അവർക്കില്ല. അപ്പം അത് എന്താണ് അവരങ്ങനെ ചെയ്യണം, അവരുടെ ഒരു ആരാധന എന്നുള്ളതല്ലാതെ നമ്മൾ അമ്പലത്തിലോ ക്രിസ്ത്യൻസിന്റെ ചർച്ചിലോ ഒന്നും പോകുമ്പോൾ ഉള്ള ഫീലിംഗ് അല്ല പള്ളി എന്ന് പറയുന്നത്. പള്ളി വെറുതെ ഒരു ഹാളാണ്, അവിടെ എല്ലാവരും കൂട്ടായിട്ട് നിന്ന് എന്തൊക്കെയോ, അറബി ആയതുകൊണ്ട് നമുക്കതിനെ പറ്റി കൂടുതൽ അറിയണില്ല, എന്തോ അറബി പറയണു എന്നല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കാൻ ഒരു മാർഗവും ഇല്ല നമുക്ക്. അപ്പം നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കണതേ ഇല്ല. പിന്നെ അവര് നമുക്ക് പറഞ്ഞും തരില്ല, ആരും പറഞ്ഞു തന്നില്ല. നമുക്കത് നമ്മൾ മുസ്ലിം അല്ലാത്തത് കൊണ്ട് അത് നമ്മളെ വിഷയമല്ല എന്നുള്ള മട്ടിൽ നമ്മൾ പിന്നെ അവയുടെ ഇതിങ്ങനെ പോവുക ചെയ്യുക. നമുക്കത് ഒരാൾ പറഞ്ഞു തരണ്ടേ ഇന്നെ പോലെയാണ്. പിന്നെ +2 ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ്സ് ആയിട്ട് കുറച്ച് പേര് മുസ്ലിം കുട്ടികളുണ്ട്. അവര് നിസ്കരിക്കുമ്പോഴൊക്കെ ഞാൻ അവരെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കും. അവരെന്താ കാണിക്കണത് അതുപോലെ കാണിക്കും. പക്ഷെ വെറുതെ ജസ്റ്റ് കൗതുകം കൊണ്ട് ചെയ്തു നോക്കണത്, അതിങ്ങനെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുക, എന്താണ് ഇതിന്റെ ഇത്, പിന്നെ പഠിച്ചവനുണ്ടോ എന്നുള്ളതിലേക്ക് അവര് നല്ല വിശ്വാസികളായിട്ടുള്ള കുട്ടികളായിരുന്നു കേട്ടോ. അവര് മഴയൊക്കെ വരുമ്പം കാറ്റൊക്കെ അടിക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ആ പ്രാർത്ഥന ചൊല്ലും. അന്ന് ഞാനത് പഠിച്ചിട്ട് ഞാൻ മറന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു പറഞ്ഞു തന്നിട്ടേ ഉള്ളൂ. അതെനിക്ക് ഞാൻ ആദ്യമായിട്ട് പഠിച്ചിട്ട് ഒരു അറബിക്ക് സംഭവം. അപ്പം ഞാൻ എന്ത് ചെയ്യും, എല്ലാവരും എടുത്ത് ചെയ്തിട്ട് കാച്ചു. എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലെങ്കിൽ കൂടിയിട്ട് ഒരു പുതിയൊരു സംഭവമാണല്ലോ, ആർക്കും അറിയില്ല. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും അറിയില്ല. അപ്പം ഞാനിതിങ്ങനെ ഒക്കെ പറയും നടക്കുമെന്നല്ലാതെ എൻ്റെ എന്താ പറയാ അത് ഏത് സമയത്താണ് എന്തുകൊണ്ടാണ് ചെല്ലണത്, ഒരു വിശ്വാസപരമായിട്ട് ചെല്ലണതൊന്നുമല്ല. എനിക്കൊരു കളിവാക്ക് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പൊ അവര് ഇസ്ലാമിനെ പറ്റി നമുക്ക് കുറച്ചൊക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്യും, പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ അത് അങ്ങോട്ട് അംഗീകരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ. അങ്ങനെ മനസ്സിലാക്കി. കാരണം നമുക്കൊരു ഫോട്ടോയോ ഒരു എന്തെങ്കിലും ഫീലിംഗ് ആയിട്ടുള്ള ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല അല്ലെ, ഒന്നും ഇല്ലാണ്ട് എങ്ങനെ പ്രാർത്ഥിക്കും? ഒന്നും ഇല്ലാതെ നമ്മള് ഒരു ഫീലിംഗ് കിട്ടുന്നില്ല. അവരുടെ പ്രാർത്ഥനകൾക്കൊന്നും ഒരർത്ഥവും നമുക്ക് തോന്നുന്നില്ല, കാരണം നമുക്കറിയാത്തൊരു ഭാഷ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ആയിരുന്നു ആ ഒരു തുടക്കം ഉണ്ടായിരുന്നത്.
അപ്പോൾ ഈ ഇസ്ലാമിൽ ആക്ച്വലി ബേസ് എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസമാണല്ലോ, തൗഹീദാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ലൈക്ക് തൗഹീദ് ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് വെച്ചാൽ നമ്മൾ ഹിന്ദുസ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ദൈവങ്ങളുണ്ടെന്നാണല്ലോ, 33 കോടി ദൈവങ്ങളുണ്ട് എന്നാണ് പറയുക. പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ചോദിച്ചാൽ എങ്ങനെ അങ്ങനെ ശരിയാവണമെന്ന് കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എല്ലാ ദൈവങ്ങളും ഒന്നാണ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് ഒരു ദൈവമേ ഉള്ളൂ എന്നൊരു കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ വരുന്ന ആ ഒരു സാഹചര്യം ഒന്ന് പറയാമോ? അത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം എൻ്റെ ആങ്ങള എന്നോട് പറയും പ്രവാചകന്മാരുടെയും ഒക്കെ ചരിത്രങ്ങൾ വായിക്കാൻ പറയും. അങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം. അപ്പം എത്ര വായിച്ചാലും ഇപ്പോഴും വായിക്കാൻ എന്താ പറയാ ഒരുപാട് ഇഷ്ടമാണ്. ഖുർആനിൽ ഒരുപാട് പറഞ്ഞിട്ടുള്ളത് മൂസാ അലൈഹി ഇസ്ലാമിനെ. അപ്പം മൂസാ നബി അലൈഹി ഇസ്ലാമത്തിന്റെ ആ ചരിത്രം വായിക്കുന്ന സമയത്ത് അള്ളാഹു പറയുന്നുണ്ട് കാലല തഹാഫ. അതെനിക്കിപ്പോഴും ഒരുപാട് ഇഷ്ടമുള്ള ഒരായത്താ. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവര് ഫിറഔന്റെ അടുത്തേക്ക് പോകുമ്പം അവരെ പറഞ്ഞു വിടുകയാണ്. അതിനു മുമ്പ് തന്നെ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വന്തത്തിന് വേണ്ടി നിന്നെ വളർത്തിയെടുത്തതാണെന്ന് പറയുന്നുണ്ട്. എന്താണ് വസ്താനാത്തുക്കലി നഫ്സി. അപ്പൊ അത് പറഞ്ഞപ്പം അത് വായിക്കണ സമയത്ത് മൂസാ നബിനെ മാത്രല്ലല്ലോ, നമ്മളെയും റബ്ബ് തന്നെയല്ലേ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ ആ റബ്ബിന് എന്തോ കാര്യങ്ങളുണ്ട് നമ്മളെ കൊണ്ട്, നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ. എൻ്റെ വീട്ടുകാരൊന്നും ഇസ്ലാമിലല്ല, അപ്പൊ ഞാൻ മാത്രം അവിടെ നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ആ ഏകദൈവ വിശ്വാസത്തിലേക്ക് ഞാൻ വരുന്നത്. അപ്പൊ ആ റബ്ബ് നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടുമ്പോഴുണ്ടല്ലോ ഇപ്പോഴും ഒരുപാട് ഇഷ്ടമാണ്. കാരണം ആ റബ്ബിന്റെ സ്വന്തമായിരിക്കുക അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഓക്കെ, ആദ്യമായിട്ട് ഖുർആൻ വായിച്ചപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഖുർആന്റെ ട്രാൻസ്ലേഷൻ ആണോ വായിച്ചത്? അതെ, ട്രാൻസ്ലേഷൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ അല്ല ഞാൻ വായിച്ചത്. ഞാൻ പൊന്നാനിയിൽ അവിടെ മതപരമായിട്ട് ചേരാൻ ചെന്നപ്പോഴാണ് അവിടെ നിന്നാണ് ഖുർആൻ കുറച്ച് ചെറിയ ചെറിയ സൂറത്തുകൾ നമുക്ക് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. ഒരു 15ഓളം സൂറത്ത് അന്ന് ഞാൻ പഠിച്ചിരുന്നു. പക്ഷെ പഠിക്കുന്ന സമയത്തൊന്നും ഇത് പഠിക്കണം എന്നല്ലാതെ അതിലൊരു ഭക്തിയോ ഒന്നും ഇല്ലാതെ നമ്മൾ പഠിച്ചത്. അങ്ങനെയാണ് ആദ്യമായിട്ട് വായിക്കണത്. അന്നേരം ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു? ട്രാൻസ്ലേഷൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ലേഷൻ വായിച്ച സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തൊരു ആയത്തുണ്ടാവില്ലേ? ഭയങ്കര പെട്ടെന്ന് ഇങ്ങനെ നമുക്കൊരു ഒരു ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടുള്ളൊരു ആയത്തുണ്ടാവില്ലേ? ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബോധോദയം വന്നൊരു ആയത്ത്. അതേതാണ്? അന്നേരം ഒന്നും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം നമുക്കൊരു വിശ്വാസമൊന്നും അപ്പോഴും വന്നിട്ടില്ല. നമ്മൾ യാദൃശ്ചികമായിട്ട് ഇസ്ലാമിലേക്ക് വന്നതാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം സാഹചര്യം ഒന്ന് പറയാൻ പറ്റുമോ? എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്നുള്ളൊരു? എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മാക്കും ഉപ്പാക്കും ഹസ്ബൻഡും ഒരു പെങ്ങളും ആണ് ഉണ്ടായിരുന്നത്. ഒരു 2 പേരും ബെഡ് സോറൊക്കെ ആയിട്ട് വയ്യാത്ത കുട്ടികളാണ്. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവരുടെ വീട്ടിലൊരു നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പം ഈ കുട്ടികളെ വെച്ചിട്ട് ഈ മാതാപിതാക്കൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഉപ്പ നാട്ടിലല്ല. അപ്പൊ ഉപ്പാക്കും ഹേർട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട്, ഉമ്മാക്കും അസുഖങ്ങളുണ്ട്. അപ്പം വല്ലാത്തൊരവസ്ഥയായിരുന്നു അവിടെ, പറയാൻ പറ്റില്ല, അത്രയ്ക്കും വല്ലാത്തൊരവസ്ഥ. കാരണം അധികം ആളുകളൊന്നും ഈ വയ്യാത്ത കുട്ടികളെ കൊണ്ട് ഇവർ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ വന്നു പോകുന്നല്ലാതെ അവിടെ നിന്ന് അവരെ പരിചരിക്കാൻ. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് മാനസികമായിട്ടുള്ള ഒരു എന്താ പറയാ, ഈ കുട്ടികളും ഈ ഉമ്മയൊക്കെ ആയിട്ട് അറ്റാച്ച് ആയപ്പം നമ്മളെ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണം എന്നുള്ള ഒരു ഇതില് അവരെ ഏറ്റെടുത്ത് നമ്മള് അവരെ ജീവിതത്തിന്റെ ഭാഗമായതിനു ശേഷമാണ്. അപ്പോഴും നമ്മൾ ഇസ്ലാമിന് വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്, ഇസ്ലാം പഠിക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടുമല്ല. ഇവരുടെ കൂടെ ജീവിച്ച് പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്ലാമിലേക്ക് എത്തിപ്പെടുകയാണ്. പിന്നെ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഈ കുട്ടികൾക്ക് പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും വേണ്ടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ ഇത് കൂടുതലായിട്ട് പഠിക്കണതും ആഴത്തിൽ പഠിക്കണതും ഒക്കെ. അതുവരെ നമ്മൾ അത് പഠിക്കണുണ്ടെങ്കിൽ കൂടിയിട്ടും ഒരു ഭാഷ എന്നുള്ള നിലക്ക് നമ്മൾ പഠിക്കുകയാണ്. ഇതൊക്കെ പഠിക്കണം എന്നുള്ള. അപ്പോഴേക്കൊക്കെ ഞാൻ ഒരുപാട് ഖുർആൻ ആയത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒന്നും എനിക്ക് ഇങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടൊന്നുമില്ല. എപ്പോഴാണ് ആ ഒരു സ്ട്രൈക്ക് ഉണ്ടായത്?
നമുക്കുണ്ടാവുമല്ലോ ഇങ്ങനെ ഇങ്ങനെ വായിച്ചു പോണതിന്റെ ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഒരു റംലാനിലേ നമ്മൾ ഇങ്ങനെ എൻ്റെ ഉമ്മ നന്നായിട്ട് ഖുർആൻ പാരായണം ചെയ്യും. അപ്പൊ എനിക്ക് അത്ര പാരായണം ചെയ്യാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ സങ്കടപ്പെടും. ഉമ്മ പാരായണം ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ അതുപോലെ ഒന്ന് എനിക്ക് പാരായണം ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ആശിച്ചിട്ട് ഉണ്ട്. ഒന്ന് കണ്ണൊക്കെ നിറഞ്ഞ് ഖുർആനെടുത്ത് ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക എന്നല്ലാതെ നമുക്കിത് അതേപോലെ പാരായണം ചെയ്യാൻ പറ്റണില്ല. നമ്മൾ തപ്പി തടഞ്ഞ് ഓരോ വാക്കുകളും ആകെ ബിസ്മില്ലാഹി ചെല്ലാൻ നന്നായിട്ട് അറിയാം. പിന്നെ കുഞ്ഞു സൂറത്തുകൾ നന്നായിട്ട് ചെല്ലാൻ അറിയാം. പക്ഷെ സൂറത്ത് ബക്കറയും അവിടെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പാരായണം ചെയ്തു പോകുമ്പോൾ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. ഇതൊന്ന് പാരായണം ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക നന്നായിട്ട് പഠിക്കണതും ഇതിലേക്ക് വരുന്നതും ഒക്കെ. അതിൽ തന്നെ സൂറത്ത് ഇഖ്ലാസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഇഷ്ടമാണ് ആ സൂറത്ത്. അതാണ് വല്ലാതെ എന്നെ സ്ട്രൈക്ക് ചെയ്ത്. അള്ളാഹു ഒരുവനാണ് എന്നുള്ള അത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ് കുറേ ദൈവമൊന്നുമില്ല, റബ്ബ് മാത്രം തന്നെയാണ് എന്നുള്ള ആ ഒരു വാചകമാണ് വല്ലാതെ എൻ്റെ ചിന്തിപ്പിച്ച് കളഞ്ഞത്. അതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ഒരു തോട്ട് വന്നൊരു സൂറാണ് സൂറ ഇഖ്ലാസ്. മാഷാ അല്ലാ. പിന്നെ നമ്മൾ മുമ്പുണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഹിന്ദുയിസമിനകത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ഇല്ലല്ലോ. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കുറച്ച് ക്യാഷ് എക്സ്ട്രാ ഇടും, അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടായിരുന്നത്. പക്ഷെ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനാ രീതികൾ അങ്ങനെയൊന്നും അല്ല. ചിട്ടയായിട്ട് നമ്മൾ 5 വക്ത് നമസ്കാരം നിർബന്ധമായിട്ടും നമസ്കരിക്കേണ്ടതാണ്. 5 വക്ത് നമ്മൾ അള്ളാഹിനോട് നമ്മളിങ്ങനെ കോൺവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഇത് ബുദ്ധിമുട്ടായിരുന്നോ, അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? തീർച്ചയായും ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഭാരമായിരുന്നു. അതെ, നമ്മൾ ഫ്രീ ആയിട്ട് നടന്നിരുന്ന ഒരു ഇതിന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. എനിക്കാണെന്ന് വെച്ചാൽ രാവിലെ ഉറങ്ങാന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കത് ഡിസ്റ്റർബ് ആവുന്നത് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ്. ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ എണീച്ച് നിസ്കരിക്കുക എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ രാവിലെ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എണീക്കുമ്പോൾ പഠിച്ചവനെ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് ഭയങ്കര സങ്കടത്തിൽ എണീക്കുക. സുബഹി നിസ്കാരം ഒന്നും നിസ്കരിക്കണമെന്നല്ലാതെ ഒരു ഇഷ്ടത്തോടെ അല്ല നിസ്കരിക്കുക, ഒരു മെക്കാനിക്കൽ നിസ്കരിക്കണ്ടേ, അല്ലെങ്കിൽ ഇപ്പം നരകത്തിലിടുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ഒരു പേടിയിൽ അങ്ങനെ നിസ്കരിക്കാന്നല്ലാതെ. പിന്നെ വീട്ടിലുള്ളവരും ഉമ്മയൊക്കെ ചോദിക്കും നിസ്കരിച്ചില്ല, നമസ്കാരത്തിന് സമയമാകുമ്പോൾ ഉമ്മ വിളിക്കും. അപ്പൊ ഒക്കെ നമ്മൾ നിസ്കരിക്കണ്ടേ എന്നുള്ള ഇതിൽ നിസ്കരിക്കാന്നല്ലാതെ ഇഷ്ടപ്പെട്ടല്ല നിസ്കരിക്കുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് നിസ്കാരത്തിലേക്കൊക്കെ വരിക. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്ക് കേൾക്കും. ബാങ്കിന്റെ സമയത്തല്ലാതെ ബാങ്ക് കേൾക്കും. രാത്രി 2 മണിക്കൊക്കെ ബാങ്ക് ഇങ്ങനെ കേട്ട് അലക്കും, ചെവിയിൽ ബാങ്ക് ഇങ്ങനെ വന്നിട്ട് അലക്കും. അപ്പം നമ്മൾ എണീച്ചിട്ട് സുബൈ ബാങ്കാന്ന് വിചാരിച്ചിട്ട് വേഗം എണീച്ച് സുബൈ നമസ്കരിക്കും. എന്നിട്ട് പിന്നെ നേരെ അടുക്കളയിൽ കയറും. അന്നൊക്കെ നല്ല പണികളുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോഴേക്കൊക്കെ പെട്ടെന്നാവാൻ. അപ്പൊ ഈ ബാങ്ക് കേട്ട സുബഹിയാന്ന് വിചാരിച്ചിട്ട് ആണ് ബാങ്ക് കൊടുക്കണം തോന്നുകയാണ്. അല്ല, ശരിക്കും ഞാൻ കേൾക്കും. ഞാൻ എന്നിട്ട് അതിന് ജവാബൊക്കെ കൊടുത്തിട്ട് ഞാൻ എണീച്ച് എടുത്ത് സുബൈ നിസ്കരിച്ച് സുന്നത്തൊക്കെ നിസ്കരിച്ച് സുബൈ നിസ്കരിച്ച് അടുക്കളയിൽ കയറി പണിയൊക്കെ എടുത്തിട്ട് കുറെ നേരം കഴിഞ്ഞിട്ടും നേരം വെളുക്കുന്നുണ്ടാവില്ല. അപ്പം ഈ നിസ്കരിക്കാൻ എണീക്കണ നേരത്തെ ഞാൻ ക്ലോക്ക് നോക്കണുണ്ടാവും. അപ്പൊ ക്ലോക്ക് സമയം 2 മണിയൊക്കെ കാണിക്കും. ക്ലോക്ക് തെറ്റാണെന്നാ വിചാരിക്കുക. ഒരിക്കലും ഇത് അസമയത്ത് കേൾക്കേണ്ട ബാങ്കാണ്, അങ്ങനത്തെ ഒരു ചിന്ത തന്നെ വരുന്നില്ല. പിന്നെ എൻ്റെ അടുത്ത് ഞങ്ങളവിടുത്തെ പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത് പതിവായപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെ അതുപോലെ ദുഹായുടെ സമയത്ത് ഞാൻ ബാങ്ക് വെക്കും. എന്നിട്ട് ഞാൻ ലോഹർ നിസ്കരിക്കും. ദുഹ ആണെന്ന് തെറ്റിദ്ധരിച്ച് ദുഹ എന്നുള്ള നിസ്കാരം തന്നെ അന്ന് അറിയില്ല, തഹജ്ജുദ് നമസ്കാരവും അറിയില്ല. ആ അറിയാത്തൊരു സമയത്താണ് ഈ ബാങ്ക് കേട്ടിട്ട് നമ്മള് അത് ഫർള് നമസ്കാരത്തിന്റെ ടൈമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യണത്. അപ്പൊ ഇത് പതിവായപ്പോ നമ്മള് അടുത്ത ഉസ്താദിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു ഇങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അപ്പൊ സീനത്തിന് അത് അറിയാത്തത് കൊണ്ട് പഠിച്ചോൻ അത് അറിയിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോഴാണ് നമുക്കത് മനസ്സിലാവണത്. പിന്നീട് ആ സുന്നത്ത് നമസ്കാരം പതിവാക്കിയതിന് ശേഷം ഇന്ന് വരെ ആ സമയത്തുള്ള ബാങ്ക് കേട്ടിട്ടില്ല. അപ്പൊ അതിനുശേഷം ഒരു ടൈം വരെ നമ്മൾ ദീനിലേക്ക് വന്നതിന് ശേഷവും നമ്മൾ നമസ്കാരം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ നിങ്ങൾക്ക് പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വന്നു എന്നാണ് നിങ്ങൾ പറയണത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനെ പറ്റി ഒന്ന് പറയാമോ? ഹസ്ബൻഡ് മക്കളൊക്കെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ ഹസ്ബൻഡ് ബുദ്ധിപരമായിട്ട് കുറച്ച് പ്രയാസമുള്ള ഒരാളാണ്. നമ്മൾ ഹെൽപ്പ് വേണം എല്ലാതും ചെയ്തു കൊടുക്കാനൊക്കെ. ബർത്തിലുള്ളതാണ്. അപ്പം നമ്മളെല്ലാം അങ്ങനെ ചെയ്തു കൊടുക്കണം. പിന്നെ നമ്മളെ അറിയാം, ഭാര്യയാണ്, കുട്ടികളെ അറിയാം. ഒരു എന്താ പറയാ,
നമ്മൾ പറഞ്ഞിട്ടല്ലാതെ തന്നെ മൂപ്പർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആരും കുട്ടികളെ ഉപദ്രവിക്കണ ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് തമാശക്ക് പോലും കുട്ടികളെ സംസാരിക്കാനൊന്നും സംസാരിക്കും, അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അങ്ങനെയാണ് ഹസ്ബൻഡ്. പിന്നെ 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. മോന് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്, മോള് കാർഡിയോ കെയറിങ്ങിന് ലാസ്റ്റ് ഇയർ പഠിക്കണം. വേറെ പേരൻസ് ഒക്കെ? പേരൻസ് ഭർത്താവിന്റെ ഉപ്പയും ഉമ്മയും അവര് മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു പെങ്ങളുണ്ടായിരുന്നത് മരണപ്പെട്ടു പോയി. നിങ്ങളെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്? അതെ അതെ, നമ്മൾ ഒന്നിച്ചല്ല, സെപ്പറേറ്റ് ആണ്. എന്നാലും തൊട്ടടുത്താണ്. ഞാനിങ്ങനെ അറിഞ്ഞു നിങ്ങൾ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ദീന് പഠിച്ച് ക്ലാസ് എടുക്കാൻ മാത്രം ആ ഒരു ധൈര്യത്തിലേക്കൊക്കെ വന്നത്? എങ്ങനെയാണ് പഠിച്ചത് ഒന്ന് പറയാമോ? അതെന്ന് വെച്ചാൽ ഞാന് ഹിഫ്ള് കംപ്ലീറ്റ് ആക്കിയ ഒരാളാണ്. അപ്പൊ തന്നെ പഠിച്ചതാട്ടോ, എവിടെയും പോയിട്ടില്ല, സ്വന്തമായിട്ട് പഠിച്ചത്. ഞാൻ എന്ത് ചെയ്യും, നിസ്കാരത്തിൽ ഓതി അത് പഠിച്ചോന്റെ മുന്നിൽ തന്നെ അങ്ങോട്ട് എത്ര ഭാഗം പഠിച്ചത് അത്രയും അങ്ങനെ ഓതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാഷയിൽ പഠിച്ചത്, ആരെ അടുത്ത് പോയിട്ട് പഠിച്ചതല്ല. അപ്പം അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒരുപാടുണ്ട്. കാരണം എനിക്ക് പുറത്ത് പോയി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ ഇസ്ലാം സ്വീകരിച്ച് വന്ന സമയത്ത് ഷാഫി സ്വഹാബിയുടെ 1-2 ക്ലാസ് പോയിട്ടുണ്ട്. പിന്നെ ഹംസക്കുട്ടി സലഫീൻ്റെ ഒരു ക്ലാസ്സിൽ സൂറത്ത് മാരിജ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണത്തിനെ പോയിട്ടുള്ളൂ. അത് കുറച്ച് കാലം മാത്രം. പിന്നെ അങ്ങോട്ട് കൂടുതൽ പഠിക്കണം എന്നുള്ളത് വന്നപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല. അപ്പം അപ്പോഴേക്കും നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെങ്ങനെങ്കിലും പഠിക്കണം. അതിന് മെയിനായിട്ടുള്ള കാരണം ഷാഫി സ്വഹാബിയാണ്. അദ്ദേഹം പറയും എപ്പോഴും നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ഖുർആൻ ഇത്ര ആയത്തുകളേ ഉള്ളൂ, ഒരു ദിവസം ഇത്ര വീതം പഠിച്ചാൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് മനസ്സിൽ കൊണ്ടിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് താൻ അങ്ങനെ പഠിച്ച് പോയതാണ്. ഫുൾ കവർ ടു കവർ പഠിക്കണ സമയത്ത് വളരെ ഈസി ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്നെ കൊണ്ട് അതേപോലെ പഠിക്കാൻ പറ്റില്ല. അന്ന് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് എന്തോ പഠിക്കണതിനനുസരിച്ച് അങ്ങനെ എളുപ്പം പഠിച്ചു പോയിട്ടുണ്ട്. ഞാൻ മലയാളത്തിലെ ഒരു കടലാസിലേക്ക് എഴുതിയെടുക്കും ഓരോ ആയത്തുകൾ. ഡയറക്റ്റ് വായിക്കണോ അതോ അറബി മലയാളത്തിലേക്ക് ആക്കിയിട്ട്? അറബി മലയാളത്തിലേക്ക്. അറബി ഡയറക്റ്റ് എനിക്ക് വായിക്കുമ്പോ പ്രയാസ, സമയം പോവാണ്. അപ്പൊ സമയം ഞാൻ വിചാരിച്ചു ഇതൊന്ന് ആദ്യം കംപ്ലീറ്റ് ചെയ്യട്ടെ, പിന്നെ സമയം ഉണ്ടെങ്കിൽ പഠിക്കാം എന്ന് വെച്ചാ പഠിച്ചോൻ ഇനി ജീവിതം നീട്ടി തന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ പഠിച്ചോൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സൂറത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇറക്കി തന്നിട്ട് നമ്മളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതുള്ള പേടിയുണ്ടായി ഭയങ്കരമായിട്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എളുപ്പവഴിക്ക് പഠിക്കുകയാണ്. മലയാളത്തിൽ എഴുതിയെടുക്കും, കടലാസിൽ എഴുതിയെടുത്തിട്ട് ഈ എളിയിൽ ഇങ്ങനെ തിരികെ വെച്ചിട്ട് പണിയെടുക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ പഠിക്കും. എന്നിട്ട് എവിടെയും കിട്ടാതാകുമ്പോൾ ഇതെടുത്ത് പെട്ടെന്ന് നോക്കും, വീണ്ടും അവിടെ തന്നെ തിരികെ വെക്കും. അങ്ങനെ അത് പഠിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കളയും. പിന്നെ അടുത്തത് അതേപോലെ എഴുതിയെടുക്കും. അങ്ങനെ പിന്നെ ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും, ആവശ്യം നേരത്തെ അത് എടുത്ത് നോക്കും. അങ്ങനെ പണികൾക്ക് ഇടയിൽ ഇതിനായിട്ട് മെനക്കെട്ടിരുന്നിട്ടല്ല, അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ പഠിച്ചു വന്നപ്പോ നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിച്ചത് നിങ്ങൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് വന്നപ്പോ അപ്പൊ നമുക്ക് ഒരു പേടി, നമ്മൾ വെറുതെ പഠിച്ചിട്ട് അതൊരു ഉപകാരമില്ലാതെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വളരെ ഒരു എന്താ പറയാ നഷ്ടം പറ്റുമല്ലോ എന്ന്. അപ്പം നമ്മളിങ്ങനെ അറിയുന്നവരോടൊക്കെ നമ്മളിത് ഷെയർ ചെയ്യും. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിംസായ സാറ സനീറ പറഞ്ഞിട്ട് 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അവർക്ക് അറിയണതാണ്, പക്ഷെ എനിക്കറിയാത്തത് കൊണ്ട് എൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ഇഷ്ടമാണ്. അപ്പൊ അത് അങ്ങനെ ഷെയർ ചെയ്യും. പിന്നെ അറിയാത്ത ആളുകളിലേക്കും ഒക്കെ നമ്മളിങ്ങനെ നമ്മളെ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങിയപ്പം നമുക്കൊന്നുകൂടെ എന്താ പറയാ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ പറ്റണുണ്ടായി. ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആഴത്തിൽ അത് മനസ്സിലാവണമെന്നും പഠിക്കാൻ പറ്റണതൊക്കെ. പിന്നെ അവരുടെ അനുഭവങ്ങളും കൂടെ പറയുമ്പോൾ അങ്ങനെയാണ് ഞാനിങ്ങനെ ക്ലാസ്സിനൊക്കെ പോവാൻ തുടങ്ങിയതും ഇതൊക്കെ. അല്ലാതെ ഒരുപാട് അറിവുണ്ടായി ക്ലാസ് എടുക്കാനും ഇതിനൊക്കെ ഒരുപാട് അറിവുണ്ടായിട്ടല്ല, അറിഞ്ഞത് നമ്മൾ മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇതിൽ. നിങ്ങൾക്ക് ഇപ്പൊ ദീനിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ദീനിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് 50 വയസ്സാണ്. ഓക്കെ, മാഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നോൺ മുസ്ലിം ആയിട്ടുള്ള നമ്മുടെ സഹോദരന്മാരുണ്ടല്ലോ, അവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ സമഗ്രമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ളതല്ല. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്
ലോക ജനതയ്ക്കുള്ളതാണ്. അപ്പം മനുഷ്യൻ ബാക്കി എല്ലാതും അന്വേഷിക്കും, സ്വന്തം ബന്ധങ്ങള്, ബാക്കി കാര്യങ്ങള്, ദുനിയാവിയായിട്ടുള്ള എല്ലാം അന്വേഷിക്കും. ആ പടച്ച റബ്ബിനെ, മനുഷ്യനെ ഉണ്ടാക്കിയിട്ടുള്ള റബ്ബിനെ അന്വേഷിക്കണമില്ല. അത് ഓരോരുത്തരും പറയണ എന്താണോ അതിനനുസരിച്ച് അങ്ങ് പോവുക. ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതത്തിന്റെ ആദർശത്തിൽ അങ്ങനെ പോവുക എന്നുള്ളതല്ലാതെ അതെന്നെയാണോ ഒറിജിനൽ എന്നൊന്ന് അന്വേഷിക്കുക. അപ്പോഴാണ് നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ ആ ഒരു വാതില് നമുക്ക് തുറന്നു കിട്ടുക. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഇതിലാണോ കിടക്കുന്നത് അതിൽ തന്നെ അന്ധമായി കടന്നു പോകും. ഇസ്ലാമിനെ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ നമ്മളെ ചുറ്റുമുള്ള മുസ്ലിങ്ങളോ അല്ലെങ്കിൽ മനുഷ്യരോ കാണുന്ന അല്ലെങ്കിൽ കാണിച്ചു തരുന്ന ഒരു ആദർശമോ അല്ലെങ്കിൽ ജീവിതചര്യ ഒന്നും അല്ല. അതിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് അള്ളാഹു റസൂലും പറയണ ആ ഒരു ദീന് ആണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതിലേക്ക് എത്തണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ആമീൻ. അപ്പം ഇനി നിങ്ങൾക്ക് മുസ്ലിമായിട്ട് ജനിച്ച ഒരുപാട് സഹോദരങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ദീനിൽ ജനിച്ച് വളർന്നിട്ടും ദീനിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാണ്ട് ജീവിക്കുന്ന ഒരുപാട് ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലൊക്കെ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ ദീനിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാർ, ഇവരോടൊക്കെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ദീനിൽ ജനിച്ച് വളർന്ന ആൾക്കാരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പാതി വഴിയിൽ നിൽക്കാതിരിക്കുക. പറ്റുന്നതും നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് നിസ്കാരം നോമ്പും മാത്രമായിട്ട് അതിലങ്ങോട്ട് ചുരുങ്ങി പോവാതെ, അത് മാത്രമല്ല പറയണത്. കാരണം സൂറത്ത് മുൽക്കില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജീവിതവും മരണവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യണത് മനസ്സിലാക്കാൻ. അപ്പം നന്മ ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ നമ്മൾ വെറും ഒരു നോമ്പോ നിസ്കാരമോ മാത്രം എടുത്തിരുന്നത് കൊണ്ട് പറ്റണില്ല. അതിൽ കൂടുതലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റബ്ബ് ഇഷ്ടപ്പെട്ട അസ്ലിംതുൽ റബ്ബിൽ ആലമീൻ എന്നുള്ള രൂപത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ വസ്ത്രധാരണ രീതി, അവർ നോമ്പ് നോക്കണവരായിരിക്കും, നിസ്കരിക്കണവരായിരിക്കും. പക്ഷേ ഒരു നിഷേധം എന്താ വെച്ചാൽ ഖുർആന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബനി ഇസ്രായേലരെയും ജൂത സമൂഹത്തിൻ്റെയൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കാരണം അവരിലുള്ള ആ ഒരു നിഷേധം നമ്മളിലും ഉണ്ട് ഒരുപാട്. നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും നമ്മളിൽ എന്ത് ചെയ്യുക, ഒരു നിഷേധമുണ്ട്. അപ്പോൾ അത് നമ്മളിൽ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ കൂടുതലായിട്ട് പഠിക്കുകയും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും പരിപൂർണമായിട്ട് ഇസ്ലാമിൻ്റെ ആ ഒരു കീഴ്വണക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ശ്രമിക്കുകയും വേണം. ആവർത്തിത വചനം ഞാൻ എപ്പോഴും വിചാരിക്കും അതൊരു വലിയ അനുഗ്രഹമാണ്. അതില്ലെങ്കിൽ എന്ത് ചെയ്യായിരുന്നു. കോൺസ്റ്റന്റ് റിമൈൻഡേഴ്സ് പോലെ ഒരിക്കലും നമുക്ക് ഒരു പ്രാവശ്യം മാത്രം ഷഹാദ ചൊല്ലിയിട്ട് മുസ്ലിം ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയായിരുന്നില്ല. എപ്പോഴും നമ്മൾ ചെല്ലുന്നുണ്ട്, ഷഹാദ എപ്പോഴും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സൂറത്ത് ഫാത്തിഹ എപ്പോഴും എത്രയോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതില്ലായിരുന്നെങ്കിൽ ഈ മുസ്ലിമിന് അത് റബ്ബ് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യാണ്. ഇത്രയൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടും നമ്മൾ വഴുതി പോവാണ്. നമ്മളെ ഇപ്പം മുസ്ലിം സമുദായത്തിലൊക്കെ ഉള്ള ഒരു ട്രെൻഡാണ് തട്ടം കഴുത്തി കൂടെ ചുറ്റിയിട്ട് അങ്ങ് പോവുക, മുസ്ലിമാണ് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ അതിൻ്റെ ആവശ്യം? ഒരിക്കൽ അത് താഴേക്ക് വീണിട്ട് വീണ്ടും കയറ്റിയിട്ട് ഇങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല. ഇടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റബ്ബ് പറഞ്ഞതുപോലെ ഇടുക. അവിടെയാണ് ആ അനുസരണത്തിലാണ് എന്താ പറയുക ഇസ്ലാം എന്ന് പറയുന്നത് ഉള്ളത്. ഈ അനുസരണം ഇല്ലെങ്കിൽ നമ്മൾ എന്തെടുത്തിട്ടും വേറെ കാര്യമില്ല. അപ്പോൾ മുസ്ലിം ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും അസ്ലംതുൽ റബ്ബിൽ ആലമീൻ എന്നുള്ളതിലേക്ക് ആ ഇബ്രാഹിം നബിയുടെ ആ അനുസരണം നമ്മൾ പിന്തുടരുക എന്നുള്ളത് കഴിയുന്നതും അങ്ങനെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ഗ്രാൻറ്റഡ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണല്ലേ ജനിച്ചപ്പോഴേ. അപ്പൊ അത് അവര് പ്രോപ്പറായിട്ട് ഇനി അവര് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ മാഷാ അല്ലാ നിങ്ങൾ നമ്മളോട് പങ്കുവെച്ചതിന് വളരെ നന്ദി. ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്ത ഓരോ ടൈമും നിങ്ങൾ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ഇത് ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ പരിപാടി. വന്നതിന് വളരെ നന്ദി. നിങ്ങളെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൻ അലാ നൂർ, നൂറുൻ അലാ നൂർ, യഹ്ദില്ലാഹു ലിനൂരിഹി
من يشاء ويضرب الله الأمثال للناس والله بكل شيء عليم